ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസുണ്ട്. ആ കേസിൻ്റെ വിധി എന്താണോ അതിനനുസരിച്ച് വരും. സുപ്രീം കോടതി പറയുകയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ അതിലാണുള്ള തർക്കം, ഈ നോൺ മുസ്ലിംസിനെ വെക്കാതെ പിന്നെ ആയാലും പോവാമെന്ന് പറഞ്ഞാൽ, കാരണം അതിൻ്റെ മെയിൻ കേസ് ഈ ഭേദഗതിക്കെതിരായ കേസ് പെൻഡിങ് ആണ്, അതിൻ്റെ തീർപ്പ് വരെ പോകാം എന്ന് പറഞ്ഞാൽ ഓക്കെ പോകാം. അതല്ല, അത് വരുന്നത് വരെ കാക്കേണ്ടതില്ല, ഇപ്പോൾ തൽക്കാലം നിങ്ങളിത് വെക്കണം എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധിയാണ്, രാജ്യത്തെ നിയമമാണ്. സുപ്രീം കോടതി ആ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താ സംശയം? തരാതരം പോലെ അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഇതുവരെ അപ്പുറത്തായിരുന്നു. എന്തെല്ലാം ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ BJP-യുമായി ഒത്തുകളിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ, എന്തെല്ലാം ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഒത്തുകളിയുടെ, അന്തർധാരയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിന് നല്ല തിരിച്ചടി കിട്ടി. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തായപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുകയാണ്. ഇതൊക്കെ അവർ ചെയ്ത പ്രശ്നങ്ങളാണ്. ആ നോമിനേഷൻ നേരാമണ്ണം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവുമായിരുന്നു. അതെ, അതിന് തെറ്റായ പ്രചരണം നടത്തുകയാണ്, ആത്മാർത്ഥതയില്ല. സഖാവ് പിണറായി വിജയനും CPM-നും ഈ കാര്യത്തിലൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. ഇതൊക്കെ ചെയ്തത് അവരാണ്. എന്നിട്ട് ഇപ്പോൾ അവസരം വരുമ്പോൾ ഇതിനൊക്കെ സർക്കാരിനെതിരാക്കാൻ, ലീഗിനെതിരാക്കാൻ, UDF-നെതിരാക്കാൻ ഒക്കെ ശ്രമിക്കുകയാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആശയക്കുഴപ്പത്തിലൊന്നും ആവില്ല. ഇവിടുത്തെ മൈനോറിറ്റിക്ക് നല്ല കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൂടെ, പതിറ്റാണ്ടുകളിലൂടെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ആശയക്കുഴപ്പമൊന്നും അത്ര പെട്ടെന്ന് അതിനെ ബാധിക്കില്ല. കാരണം ഇത് ന്യായമില്ല, അതുപോലെ തന്നെ സത്യവുമല്ല, അസത്യപ്രചരണമാണ് നടത്തുന്നത്. നമുക്ക് അതിനോടൊക്കെ അനുഭാവമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് കാലം പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരികയാണ്. അവർക്ക് ജോലി കിട്ടണം. പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങൾ കൂടി നോക്കണം. നിങ്ങൾ പറഞ്ഞ മാതിരി റാങ്ക് ലിസ്റ്റുകാരുടെ സമരം അവരെന്നെ പലതവണ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഡിമാൻഡ് ഇപ്പോൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 ഉള്ളത് ചുരുക്കണമെന്നാണ്. അത് ചുരുക്കുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് പ്രശ്നങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് നമ്മളുടെ ഒരു വ്യക്തിപരമായ കാര്യമല്ലോ, എന്നാൽ ശരി ഞാൻ സമ്മതിച്ചു നമുക്ക് നോക്കാമെന്ന് പറയാം. ഇത് അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണ്ടേ? അങ്ങനെ ആക്കും. എന്നാൽ ചില സംഗതികളിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള അധ്യാപകരുടെ പ്രൊട്ടക്ഷന് വേണ്ടി 1:45 സ്കൂളിലുണ്ടായിരുന്നു. അത് നമ്മൾ 1:40 ആക്കി കൊടുത്തു. അപ്പോൾ ആ അധ്യാപകരുടെ ജോലി പോവില്ല. കായിക അധ്യാപകർ 500 കുട്ടികളുണ്ടെങ്കിൽ ഒരു കായിക അധ്യാപകൻ്റെ പോസ്റ്റിന് സാങ്ഷനുള്ളായിരുന്നു. ഞങ്ങളത് 300 ആക്കി കൊടുത്തു. അപ്പോൾ കുട്ടികൾ കുറച്ച് കുറഞ്ഞാൽ 200 കുട്ടികൾ വരെ കുറഞ്ഞാലും അധ്യാപകൻ്റെ പോസ്റ്റ് പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ നിയമം നമ്മുടെ ആളുകൾക്ക് അതിൽ ഒരു പ്രതിസന്ധി ഇല്ലാതാക്കാൻ, നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം വലിയ തോതിൽ പരിശോധിക്കേണ്ടതാണ്. അത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണ്ടി നിയമാനുസൃതം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യും. സംഘടനകളുടെ സർക്കാരിനും ലീഗിനൊക്കെ മന്ത്രി എന്നൊരു താങ്കൾക്കെതിരെ വരുന്നുണ്ടോ, അങ്ങനെ ആശങ്കയുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഞങ്ങളിവിടെ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ഈ പറഞ്ഞ സെക്ഷൻ 14 പാലിക്കാൻ തയ്യാറുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ സെക്ഷൻ 14 പാലിക്കാം. സെക്ഷൻ 14 ഈ ഒരു നോൺ മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, ആ വഖഫ് ബോർഡിൻ്റെ സ്ട്രക്ചർ മുഴുവനും പറയുന്നത് സെക്ഷൻ 40 ആണ്. മുത്തവല്ലിയെ വെക്കേണ്ട കാര്യം, ഇസ്ലാമിക് സ്കോളറെ വെക്കേണ്ട കാര്യം, പൊതുപ്രവർത്തകരെ വെക്കേണ്ട കാര്യം, ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ പറയണത് 14 ഒരു ഉപവകുപ്പാണ് 2 നോൺ മുസ്ലിംസിനെ കൂടി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 14 അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണിത്. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. സെക്ഷൻ 14 കംപ്ലൈ ചെയ്തുകൊണ്ടേ, അത് അംഗീകരിച്ചുകൊണ്ടേ വഖഫ് ബോർഡ് നടത്താൻ കഴിയുള്ളൂ. അതിന് തയ്യാറാണെന്നാണ് പറഞ്ഞത്. അത് അപ്പോഴേക്ക് ഞങ്ങൾ നോൺ മുസ്ലിംസിനെ വെക്കാൻ കോടതി ചോദിക്കുമ്പോഴേക്ക് സമ്മതിച്ചു എന്ന് പറയും. രണ്ടാമത്തെ സിറ്റിങ്ങിൽ കോടതി ചോദിച്ചു, എന്നാൽ 2 നോൺ മുസ്ലിംസിനെ വെച്ച് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെയെന്ന്. തൽക്കാലം ഇപ്പോൾ ഗവൺമെൻറ് അതിന് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കുറ്റവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതസംഘടനകൾക്കോ പണ്ഡിതന്മാർക്കോ ഒന്നും ഞങ്ങളോട് വിയോജിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ല, അത് അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളത് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലെ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതെല്ലാം കെ ഫോണിന് ബില്ലടക്കേണ്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ലാപ്ടോപ്പും പ്രൊജക്ടറും ഒക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടും അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കരാർ പുതുക്കാത്തത് കൊണ്ട് അതൊന്നും നടക്കുന്നില്ല. അതെല്ലാം സ്കൂളുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നതാണ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കണക്കെടുത്തിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് 2% താഴെയാണ്. എന്നാൽ പിന്നെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാവുന്നത് 20%. ബാക്കി 80%-ഓളം ഉപകരണങ്ങൾക്ക് കേടൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളത് പരിശോധിച്ചു. ഈ പറഞ്ഞ മാതിരി കേട് വന്ന് കിടക്കുകയാണ്, കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്.